മുഹറം 9 അന്നത്തെ നോമ്പും മുഹറം 10 അന്നത്തെ നോമ്പും വളരെ ശ്രേഷ്ഠതയുള്ള നോമ്പുകളാണ്. ആ നോമ്പ് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസം വളരെ മഹനീയമായ ദിവസമാണ്. അതിന്റെ രാവുകൾ മഹനീയമാണ്, അതിന്റെ പകലുകൾ മഹനീയമാണ്. ഈ ദിവസത്തിൽ ധാരാളം അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ 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 ഖൈറുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിലേക്ക് അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷിച്ചതും ഈ മാസത്തിലാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആണിക്കാരനാണവൻ. ഫിർഔൻ വലിയ ധിക്കാരിയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശ്വസിച്ച മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞ ആളായിരുന്നു ഫിർഔൻ. മഹദിയായ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹാ ഉണ്ടല്ലോ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവരാണ്. ഫിർഔന്റെ വേലക്കാരിയാണ്. ഫിർഔന്റെ വീട്ടിൽ ജോലി ചെയ്ത പെണ്ണായിരുന്നു മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹാ. അവരെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മുടി വാർന്നു കൊടുക്കുന്ന ആളായിരുന്നു. വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന പെണ്ണായിരുന്നു. മാഷിത്ത നല്ലവളാണ്, നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള പെണ്ണായിരുന്നു. ഒരു ദിവസം ഫിർഔന്റെ മകളുടെ മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുന്ന സമയത്തില് അവരുടെ കയ്യിൽ നിന്ന് ചേർപ്പ് തായോട്ട് വീണപ്പോ അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുകയാണ്. ഉടനെ തന്നെ ഫിർഔന്റെ മകൾ ചോദിക്കുകയാണ്, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? ആരാ നിന്റെ റബ്ബ്? ഉടനെ തന്നെ ഫിർഔന്റെ ഭാര്യ ഫിർഔന്റെ മകളോട് മാഷിത്ത ബീവി പറഞ്ഞു, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഈ വിവരം ഫിർഔനെ ചരിത്രം ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഈ ചരിത്രം ഫിർഔനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥകൾ ഫിർഔനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫിർഔന് മാഷിത്തയോട് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഫിർഔന്റെ വീട്ടിൽ നല്ല ജോലി ചെയ്യുന്ന പെണ്ണായിരുന്നു മാഷിത്ത ബീവി. ആ മാഷിത്ത ബീവിയുടെ മുമ്പിലേക്ക് മാഷിത്ത ബീവിയുടെ കുഞ്ഞുമക്കളെ മുഴുവനും കൊണ്ടുവന്ന് ചുട്ടുകൊള്ളുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞെല്ലാവരും കൊന്നുകളഞ്ഞപ്പോൾ ഫിർഔൻ മാഷിത്തയോട് ചോദിച്ചു, മാഷിത്ത, എന്താണ് നിന്റെ ആഗ്രഹം? നീ എന്താ ഇപ്പം പറയുന്നത്? നീ ഫിർഔൻ ഈ മൂസയിലുള്ള വിശ്വാസം മാറ്റുന്നുണ്ടോ? ഞാനാണ് റബ്ബെന്നുള്ള വിശ്വാസം നിനക്ക് വരുന്നുണ്ടോ? മാഷിത്ത പറഞ്ഞു, ഇല്ല, എനിക്കെന്റെ റബ്ബാണ് വലുത്, എന്റെ പ്രവാചകൻ മൂസയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബിന് മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി പറഞ്ഞു വിട്ട ലോകം മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു ഫിർഔനെ എന്ന് പറഞ്ഞപ്പോൾ മാഷിത്ത ബീവിയെയും കൊല ചെയ്ത ഫിർഔനാണ്. ഫിർഔന്റെ സ്വന്തം ഭാര്യയായ ആസിയ ബീവിയെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തില് കുന്തം ഗുഹ്യ സ്ഥാനത്തിലൂടെ കയറ്റിയിട്ട് കൊന്നുകളഞ്ഞവനാണ് ഫിർഔൻ. അത്രയും ധിക്കാരിയാണ് ഫിർഔൻ. ആ ഫിർഔൻ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനമായി കൊല ചെയ്യാൻ വേണ്ടിയിട്ട് നൈൽ നദിയുടെ തീരത്തിലൂടെ ഓടിച്ചപ്പോ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും നദിയുടെ തീരത്തെത്തുകയാണ്. ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. മുമ്പിലതാ നദി വരികയാണ്. നദി വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടിയെടുത്തുകൊണ്ട് അവിടെ അടിക്കുകയാണ്. പുഴ 2 ഭാഗത്തിലേക്ക് മാറുകയാണ്. അതിന്റെ ഇടയിലൂടെ മൂസാ നബി അലൈഹിസ്സലാം കടന്നു പോകുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അക്കരെ എത്തിയപ്പോ ഫിർഔൻ അതാ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ, എന്റെ കണ്ണ കണ്ട കാരണത്താൽ ആളെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അനുയായികളെ, എനിക്ക് വേണ്ടി പുഴ 2 ഭാഗത്തിലേക്ക് മാറി നിന്നതാണ്. ആ വൈക്കൂടെ മൂസാ നബി കട്ടുചാടിയതാണ്. അവന്റെ മനസ്സോക്കിയാണ് നിങ്ങള്.
എനിക്ക് വേണ്ടിയിട്ട് എന്നെ കണ്ട് പുഴ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നതാണ്. ആ വഴിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാം കടന്നു പോയതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു കളയുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ അനുയായികളെ വേഗം വരൂ, അനുയായികൾ മണ്ടന്മാർ. ഈ ഫിറഔനെ വിശ്വസിച്ച അനുയായികൾ മണ്ടന്മാര്. അവര് കരുതി നേര് തന്നെയാണ്, നമ്മുടെ ഇലാഹാണല്ലോ അത് ഫിറഔനെ കണ്ടിട്ട് രണ്ട് നദികൾ രണ്ട് ഭാഗത്തിലേക്ക് മാറിയതാകുമെന്ന് കരുതി അതിലൂടെ കടന്നു പോയപ്പോ ആ കടലിന്റെ നദിയുടെ മധ്യഭാഗത്തിലെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം അപ്പോഴത്തേക്ക് അക്കരെ കടന്നു പോയിട്ടുണ്ട്. ഫിറഔനും കിങ്കരന്മാരും അനുയായികളും വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി നശിച്ചു പോവുകയാണ്. ആ നശിച്ചു പോയ ദിവസമാണ് വിശുദ്ധമായ മുഹറം 10 എന്ന് പറയുന്നത്. ആ ദിവസത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള ജൂതന്മാര് നോമ്പ് നോൽക്കുന്നത് കണ്ടപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കാൻ കാരണമെന്താണ്? അവര് പറഞ്ഞു, ഞങ്ങളുടെ മൂസയെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെക്കാൾ നോമ്പ് നോൽക്കാൻ അവകാശി ഞാനാണ്, ഞങ്ങളാണ് നിങ്ങളെക്കാൾ നോമ്പ് നോൽക്കാൻ അവകാശം എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയത്ത് വെച്ച് നോമ്പ് നോൽക്കുകയാണ്. അതൊരു പകൽ സമയമാണ്, പ്രഭാതം പൊട്ടിപ്പിളർന്നതിന്റെ ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോ മുഹറിന്റെ മുമ്പായി നിയത്ത് വെച്ചാലും സ്വീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ എപ്പോഴും എന്നെ രാവിലെ മുതൽ ഫജ്ർ സ്വാദിഖ് വെളിവായോടെ മുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതെ ആ സമയത്ത് കരുതിയാൽ നോമ്പ് സ്വഹിയാണ്. എന്റെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നോമ്പ് നോൽക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഇല ചോദിക്കപ്പെട്ടു, അൻ സിയാമി യൗമി ആശൂറാ, മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരോ ചോദിച്ചു എന്ന് മഹാനാകുന്ന അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഫഖാല, ചോദിക്കേണ്ട താമസം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് മറുപടി കൊടുക്കുകയാണ്, യുകഫിറു സനതൽ മാദിയാ, യുകഫിറു സനതൽ മാദിയാ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തിന്റെ പാപമുണ്ടല്ലോ, കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയത്, ചെവി കൊണ്ട് ഹറാമ് കേട്ടുപോയത്, നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചു പോയത്, മനസ്സുകൊണ്ട് ഹറാമ് ചിന്തിച്ചു പോയത്, ഹറാമിലൂടെ നടന്നു പോയത്, ഹറാമുകൾ തൊട്ടുപോയത് എല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹറം 10 അന്ന് ഫജ്ർ സ്വാദിഖ് വെളിവായോളം മുതൽ ഒരു മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച്, പടച്ചോനെ നിനക്ക് വേണ്ടി ആശൂറായിന്റെ നോമ്പ് നോൽക്കാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പങ്ങ് നോൽക്കുകയാണ്. അങ്ങനെ സമയം അതാ 6, 7, 8, 9, 10 കഴിഞ്ഞ് 12ലേക്ക് കടന്ന് 12 കഴിഞ്ഞ് ളുഹർ ബാങ്കിന്റെ സമയത്തിലേക്കായി ളുഹറും കഴിഞ്ഞ് അസ്ർ ബാങ്കിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചു. അസ്ർ നിസ്കാരവും കഴിഞ്ഞ് ആശൂറായിന്റെ നോമ്പ് തുറ സൽക്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പോ 6:57 ബാങ്ക്. 6:55 ആകുമ്പോ ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാരക്കയും വെള്ളവുമായിട്ട് കാത്തിരിക്കുകയാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 6:57 ആയപ്പോ മുഅദ്ദിൻ പള്ളിയിൽ നിന്ന് മൈക്ക് മുട്ടുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ യുകഫിറു സനതൽ മാദിയ, ആ ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ ഒരു കൊല്ലത്തെ പാപമാണ് അല്ലാഹു പുറത്തു തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കൊല്ലത്തെ നോമ്പാണ്, ഒരു കൊല്ലത്തെ ദോഷമാണ് അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നത്. പോരാ തീരുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഉണ്ടല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമ യൗമ ആശൂറാ. ഹബീബായ നബി തങ്ങൾ ആശൂറായിന്റെ മുഹറം 10 നോമ്പ് നോറ്റിട്ടുണ്ട്. എന്നിട്ട് വഅമറ ബിസിയാമിഹി, ആശൂറായിന്റെ നോമ്പ് നോൽക്കാൻ വേണ്ടി സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅമറ ബിസിയാമിഹി, ഈ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം സ്വഹാബ, നോമ്പ് നോൽക്കാതിരിക്കരുത് സ്വഹാബ, നോമ്പ് നോൽക്കണേ സ്വഹാബ എന്ന് ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് ഹബീബായ നബി തങ്ങൾ നോറ്റിട്ടുണ്ട്. അപ്പൊ മുഹറം 9 നോമ്പോ, മുഹറം 9 നോമ്പോ താസുആഓ നബി തങ്ങൾ നോറ്റിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഹബീബായ നബി തങ്ങൾ മുഹറം 9 നോമ്പ് നോറ്റിട്ടില്ല. അപ്പൊ മുഹറം 9 നോമ്പ് നോൽക്കൽ കൂലിയില്ലയോ? ഉണ്ട്. നോമ്പ് നോൽക്കുന്നതിന് കൂലിയുണ്ട്. എന്താണ് നിന്റെ തെളിവ്? ഹബീബായ നബി തങ്ങൾ ഈ മുഹറം 10 നോമ്പ് നോൽക്കാൻ തുടങ്ങിയത് നബി തങ്ങളുടെ അവസാനത്തെ നിമിഷത്തിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മുഹറം കഴിഞ്ഞ് സഫർ, റബീഉൽ അവ്വൽ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഹബീബായ നബി തങ്ങള്. അവസാന ഘട്ടത്തിലാണ് ഹബീബായ നബി തങ്ങൾ മുഹറം 10 നോമ്പ് നോറ്റത്. ഇതിനു മുമ്പ് ഹബീബായ നബി തങ്ങൾ നോറ്റിട്ടുണ്ടായിരുന്നില്ല. അവസാന വർഷത്തിലാണ് ഹബീബായ നബി തങ്ങൾ മുഹറം 10 നോമ്പ് നോറ്റത്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുഹറം 10 നോമ്പ് കൊണ്ട് നിങ്ങൾ മതിയാക്കരുത്, മുഹറം 9 നോൽക്കണം. കാരണം എന്താണ്? ജൂതന്മാരുമായി നിങ്ങൾ സമമാവാതിരിക്കാൻ. അവര് 10 നോമ്പുകളുണ്ട്. അവര് 10 നോമ്പെടുക്കുമ്പോ നമ്മളും കൊണ്ട് നോമ്പെടുക്കുമ്പോ എന്താവും? അവരുമായി നമ്മൾ എന്താകും? സമന്മാരായിപ്പോ. അതില്ലാതിരിക്കാൻ മുഹറം 9 നോൽക്കണം. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, നോക്കിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇത് റവാഹു മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു സഹാബ, ഞാനെങ്ങാനും എനിക്കെങ്ങാനും അല്ലാഹു ആയുസ്സിനെ നീട്ടിത്തരുകയാണെങ്കിൽ ഇലാ ഖാബിലിൻ, അടുത്ത കൊല്ലത്തേക്ക് എനിക്കെങ്ങാനും ആയുസ് നീട്ടിത്തരുകയാണെങ്കിൽ ആ വാക്കുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഹബീബായ നബി തങ്ങൾക്ക് ഇനി ആയുസ്സില്ല, നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകാനായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണത്. ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോ അടുത്തൊല്ലവും ജീവിക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ഇവിടെ നബി തങ്ങൾ പറയുകയാണ് മുഹറം മാസത്തിലെ ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത കൊല്ലം ഈ മുഹമ്മദ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പാണ് റബീഉൽ അവ്വൽ കഴിഞ്ഞ ഭൂമി ലോകത്തിന്റെ മുകളിൽ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഉണ്ടാകില്ല. ഹബീബാ നബി തങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലാ സൂമന്നത്താസിആ, ഞാനെങ്ങാനും അടുത്ത കൊല്ലം ജീവിക്കുമായിരുന്നു എങ്കിൽ ആ കൊല്ലത്തിലെ മുഹറം 9 നോമ്പ് കൂടെ ഞാൻ നോൽക്കുമായിരുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.